നമ്മൾ മലയാളികൾ മത്തിയും കപ്പയും കണ്ടാൽ വിടുമോ? ഇല്ല, വിടില്ല. നമുക്കിന്ന് അടിപൊളി ഒരു മത്തിക്കറി ഉണ്ടാക്കാം. ഇന്ന് മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തൊന്ന് മാറ്റി വെക്കുക. ആവശ്യത്തിന് ചെറിയ ഉള്ളി എടുത്തിട്ട് കുനുകുനാന്നിങ്ങനെ അരിയുക. ടൊമാറ്റോയും തേങ്ങയും വെണ്ണ പോലെ ഇങ്ങനെ അരച്ചെടുക്കുക. കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചെടുക്കുക. ചൂടായ പാനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് വറ്റൽമുളക് ഇട്ട് നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, വെണ്ണ പോലെ അരച്ച തേങ്ങാ പേസ്റ്റും ആവശ്യത്തിന് പുളിയും വെള്ളവും ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മളെ മത്തി അങ്ങോട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. മത്തി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മത്തിക്കറി സെറ്റ്. ഇനി നമുക്ക് കുറച്ച് കപ്പ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എണ്ണ ഒഴിച്ച് അതേണക്ക് കടുക് ഇട്ട് വറ്റൽമുളകും വെജിറ്റബിളും എല്ലാം ഇട്ട് സോട്ട് അങ്ങോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം മഞ്ഞപ്പൊടിയും അതേണക്ക് തന്നെ ബോയിൽ ചെയ്ത കപ്പയിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് എന്നിട്ട് ഇളക്കുക. ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും അതൊന്നും കാര്യമാക്കാതെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ കപ്പ റെഡിയാണ്. കപ്പയും ഫിഷ് കറിയും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ ഇഷ്ടപ്പെടണമെങ്കിൽ ഉണ്ടാക്കി അങ്ങോട്ട് കഴിക്കുക. സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, പ്ലേറ്റൊക്കെ അങ്ങോട്ട് വാഴിച്ചങ്ങോട്ട് നക്കി അങ്ങോട്ട് എടുത്ത്. അപ്പം ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യ് എൻ്റെ മക്കളെ. ഓക്കെ, ബൈ, സീ യു.